ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിന് കാരണമായ, കൊലയെന്ന് തന്നെ അതിനെ വിളിക്കേണ്ടിയിരിക്കുന്നു, ആത്മഹത്യയ്ക്ക് തള്ളിവിട്ട ക്രൂരയായ സമൂഹമാധ്യമങ്ങളിൽ പ്രശസ്തിയെ ആഗ്രഹിച്ച ഷിംജിത ഇപ്പോൾ ഏറെ പ്രശസ്തയായിരിക്കുന്നു. വലിയ അഭിമാനത്തോടുകൂടി ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതിനുശേഷം ഒരു ക്യാപ്സ്യൂളുമായി രംഗത്ത് വരികയും ചെയ്ത ഷിംജിത ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ പർദ്ദയ്ക്കുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നിലവിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സാമൂഹിക മാധ്യമത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിച്ച് കോഴിക്കോട് സ്വദേശിയായ ദീപകിനെ മരണത്തിലേക്ക് ഷിംജിത തള്ളിവിട്ടത്. ഈ സംഭവത്തിൽ പ്രതിയായ ഷിംജിത അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 6 ദിവസം പിന്നിട്ടിരിക്കുന്നു സംഭവം നടന്നിട്ട്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് യുവതിയെ പോലീസ് പിടികൂടിയത്. കേസെടുത്തതിന് തൊട്ടു പിന്നാലെ ഷിംജിത രാജ്യം വിട്ടു എന്ന രീതിയിലുള്ള കിംവദന്തികളാണ് ഉയർന്നു കേട്ടത്. കഴിഞ്ഞ ദിവസം ദുബായിലായിരിക്കും ഷിംജിത എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ രാജ്യത്തിന് പുറത്തു പോയിട്ടില്ല, ഇന്ത്യയിൽ തന്നെ എവിടെയോ ഒളിവിലുണ്ട് എന്ന രീതിയിൽ പുറത്തു വന്നിരുന്നു. മംഗലാപുരത്തായിരിക്കാമെന്നുള്ള സാധ്യതകൾ പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ കേരളം വിട്ട് പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വടകരയിൽ നിന്നും പോലീസ് അതീവ രഹസ്യമായി പോലീസ് നീക്കം നടത്തി. അതും സ്വകാര്യ വാഹനത്തിലാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷിംജിതയെ കൃത്യമായി ട്രാക്ക് ചെയ്യാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതയെ പിടികൂടിയത്. ഷിംജിതയ്ക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ബസ്സിൽ വീഡിയോ ചിത്രീകരിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ അത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതും ഷിംജിത തന്നെയാണ്. ദീപകിന്റെ മരണത്തിന് പിറകെ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. കേരള സമൂഹത്തിൽ വലിയ തോതിൽ ഇതിനെതിരെ രോഷമുയർന്നിരുന്നു. ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ഷിംജിതയെ പിടികൂടാനായി പോലീസ് പരക്കം പായുകയായിരുന്നു. സമൂഹ മാധ്യമത്തിൽ ഷിംജിത പങ്കുവച്ച ആ വീഡിയോ അത് എഡിറ്റ് ചെയ്ത് നീളം കുറച്ച് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ഷിംജിതയുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം പ്രചരിപ്പിച്ചുവെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോയുടെ പൂർണ്ണ രൂപം അത് വീണ്ടെടുക്കാനുള്ള സഹായം സൈബർ സെല്ലിൽ തേടിക്കഴിഞ്ഞു. കേസിൽ നേരത്തെ ഷിംജിത മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഷിംജിതയുടെ അഭിഭാഷകൻ എന്തായിരുന്നാലും ജാമ്യത്തിനായുള്ള അപേക്ഷ സമർപ്പിച്ചെന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ കേസ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് കൂടുതൽ പ്രതികരിക്കുന്നില്ല, മറ്റ് കാര്യങ്ങൾ പറയുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാനും സ്വകാര്യ ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കാനുമുള്ള അതീവ ജാഗ്രതാ നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ബസ്സിലെ CCTV ദൃശ്യങ്ങൾ ചിലത് പുറത്തു വന്നിരുന്നു. അത് പരിശോധിച്ചെങ്കിൽ പോലും ഈ കേസിൽ നിർണായകമെന്ന രീതിയിൽ തോന്നുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് ദീപക് തെറ്റുകാരനെന്ന് പറയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് സാരം. ഷിംജിത പകർത്തിയ വീഡിയോയിലും വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്നു, 100% ദീപക് കുറ്റക്കാരനല്ല എന്നുള്ളത്, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. തിരക്കുള്ള ബസ്സിൽ അടുത്തടുത്ത് നിൽക്കുന്നത് ഇത്ര വലിയ മഹാപാതകമാണെങ്കിൽ ബസ്സിനുള്ളിൽ നിന്ന് യാത്ര ചെയ്യരുത് എന്ന രീതിയിൽ ഒരു നിയമം തന്നെ പുറത്തിറക്കേണ്ടി വരും. യാത്രക്കിടയിൽ ഉപദ്രവിച്ചെന്ന പരാതി ആ ബസ്സിലുണ്ടായിരുന്ന ആരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജീവനക്കാർ തന്നെ പറയുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു പെൺകുട്ടി ഒരു പരാതി പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും തൊട്ടടുത്ത് തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ പരാതി പറയുമായിരുന്നു. അതല്ലെങ്കിൽ പോകുന്ന വഴിയിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഉറപ്പായും പരാതിപ്പെടുമായിരുന്നു. കൃത്യമായ തെളിവ് ബസ്സിനുള്ളിൽ തന്നെയുണ്ട്. കാരണം CCTV സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നിൽ നിന്നും രക്ഷപ്പെടാനായി കഴിയില്ല. കൂടാതെ യുവതിയുടെ കൈവശം വീഡിയോയും ഉണ്ടല്ലോ. എന്തുകൊണ്ട് പോലീസിൽ അത് പരാതിപ്പെട്ടില്ല? ജീവനക്കാരുടെ മൊഴിയും ഒപ്പം ബസ്സിൽ യാത്ര ചെയ്ത മറ്റുള്ളവരുടെ മൊഴിയുമൊക്കെ പോലീസ് രേഖപ്പെടുത്തിയാണ് നീങ്ങുന്നത്. സംഭവം നടന്നപ്പോൾ 6 ദിവസമായിരിക്കുന്നു. 6ാം ദിവസമാണ് ഷിംജിതയെ പിടികൂടിയത്. ഷിംജിത ഇപ്പോൾ പിടിയിലായതിന് പിന്നാലെ കുടുംബവും പ്രതികരണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നുണ്ട്. പോലീസിനെതിരെ വിമർശനം തന്നെയാണ് കുടുംബം ഉയർത്തുന്നത്. സംഭവത്തിൽ ഷിംജിതയെ പോലീസ് സഹായിക്കാൻ ശ്രമിച്ചെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും ഒരേ നിയമമല്ലേ എന്ന ചോദ്യമാണ് ആ കുടുംബം ഉയർത്തുന്നത്. ഷിംജിതയെ പോലീസ് വാഹനത്തിൽ കയറ്റാതെ എന്തിനാണ് ഒരു സ്വകാര്യ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത്? ഷിംജിതയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എന്തിനും വൈകി? ഇത്തരം ചോദ്യങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. അറസ്റ്റ് വൈകിയത് കൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. ഒരു പ്രതിക്ക് ഇത്രയധികം സംരക്ഷണം അത് കേരള പോലീസ് തന്നെ ഒരുക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് ദീപകിന്റെ കുടുംബം ചോദിക്കുന്നത്. ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്ത് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു ചില കേസുകളിൽ പോലീസിന്റെ ഉത്സാഹം നമ്മൾ ഇതിനു മുൻപേ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ട്
ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട കേസിൽ ഇത്രയും ഉദാസീനത പോലീസ് കാട്ടുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പിടികൂടിയത്. ഷിംജിത മുസ്തഫ എവിടെയുണ്ടെങ്കിലും കണ്ടെത്താനായി പോലീസ് കേരളത്തിലാകമാനം വലവിരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. തന്നെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് ഷിംജിത സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച ആ വീഡിയോയിൽ പറയുന്നത്. വ്യാപകമായി വൈറലായി ഇത് പ്രചരിച്ചു. പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അപമാനഭാരമുണ്ടായി ദീപകിന്. മറ്റു നിവൃത്തിയില്ലാതെ തൻ്റെ നിരപരാധിത്വം ആർക്കു മുന്നിലും തെളിയിക്കാൻ മത്സരിക്കാതെ ദീപക് ആരോടും ഒന്നും പറയാതെ ജീവനൊടുക്കി. പിന്നാലെയാണ് പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത്. സ്വകാര്യ വസ്ത്രനിർമ്മാണ സ്ഥാപനത്തിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ദീപക്. ജോലിയുടെ ആവശ്യത്തിനായിട്ടായിരുന്നു കണ്ണൂർ പയ്യന്നൂരിലെത്തിയത്. അങ്ങനെയാണ് സംഭവങ്ങളുടെ തുടക്കം. ട്രെയിൻ ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് ദീപക് തൻ്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം. ശേഷം ദീപകിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ മോശമായി ചിത്രീകരിച്ചു. ഈ ആരോപണം കടുത്തതോടെ ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. തികച്ചും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങളാണെന്നുള്ളത് ഏവർക്കും മനസ്സിലാകുന്നതുമാണ്. ദീപകിൻ്റെ മരണത്തിൽ യുവതിക്കെതിരെ കൊലപാതകത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മാതാപിതാക്കൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഗോവിന്ദപുരത്തെ വീട്ടിലെത്തി പോലീസ് ദീപകിൻ്റെ മാതാപിതാക്കളിൽ നിന്നും മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ഈ വീഡിയോ കാരണം മകന് മാനസികമായി അവനെ തകർത്ത് ചെയ്യാത്ത കുറ്റത്തിന് അപമാനിച്ചു. കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു തൻ്റെ മകനെന്നാണ് അച്ഛൻ മൊഴി കൊടുത്തത്.